ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു നാടൻ കരിമീൻ കറി ഉണ്ടാക്കിയാലോ. അമ്മയാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്തെടുത്ത് വെക്കുക. അതിനുശേഷം ആവശ്യത്തിന് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂണോളം ഉലുവ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായി ചൂടായി പൊട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതെല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഇതിലേക്ക് ഒരു കൈപ്പിടി കറിവേപ്പില നന്നായി കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി നന്നായി ചതച്ചതിന് ശേഷം ആഡ് ചെയ്യുക. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്യുക. ഒരു ടീസ്പൂണോളം ഇഞ്ചി നീളത്തിലരിഞ്ഞതും 4 പച്ചമുളകും ഒരു സവാളയും പിന്നീട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി ചേർത്ത് ഇളക്കുക. ഇത് നന്നായി ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഈ സവാള നന്നായിട്ട് ബ്രൗൺ നിറമാവാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ പ്രൊസീജിയർ തുടർന്നുകൊണ്ടിരിക്കുക. സവാള നന്നായിട്ട് വഴന്നു വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. സവാള നന്നായി വാടിയതിന് ശേഷം 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കുക. മഞ്ഞൾപ്പൊടി നന്നായി മൊരിഞ്ഞതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇവിടെ അമ്മ ഒരുപാട് മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല. പച്ചമുളക് 4 ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ എരിവും കൂടി ആവുമ്പോൾ ഓക്കെ ആവും ഈ കറിക്ക് എരിവ്. ഇതിലേക്ക് 4 കൊടംപുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. കുതിർത്ത വെള്ളവും ഇതിലേക്ക് കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം നന്നായി വറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് അരമുറി തേങ്ങയുടെ പാല് ഒഴിച്ചു കൊടുക്കാം. 1-ാം പാലും 2-ാം പാലും തരംതിരിച്ചിട്ടൊന്നുമില്ല. ഇവിടെ ഒറ്റ പാലേ എടുത്തിട്ടുള്ളൂ. അത് നമ്മുടെ ആവശ്യത്തിന് കറി എത്രയാണോ വേണ്ടത് അത്രയും പാല് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ അമ്മ എടുത്തേക്കുന്ന മീനിനനുസരിച്ചിട്ടുള്ള തേങ്ങാപ്പാലാണ് അമ്മ ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അരമുറി മതിയായിരുന്നു. അതിനുശേഷം ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യുക. നേരത്തെ സവാള വഴറ്റാൻ വേണ്ടി മാത്രമുള്ള ഉപ്പാണ് അമ്മ ആഡ് ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ കറിക്ക് ഉപ്പ് കുറവായതുകൊണ്ട് അമ്മ ഇത്തിരിയും കൂടി ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് തിള വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നന്നായി തിളച്ചതിന് ശേഷം മാത്രമാണ് മീനെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ കരിമീനെല്ലാം അമ്മ വൃത്തിയായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ 2 കണമ്പും ഉണ്ട്. ഓരോന്നായി അമ്മ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. തീ ഹൈ സ്പീഡിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. മീൻ കഷ്ണങ്ങൾ മുങ്ങാനുള്ള വെള്ളം മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. എല്ലാം ഇട്ടതിന് ശേഷം അമ്മ ഇതെല്ലാം ഒരു കയ്യിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ മീനുകളും ഒരേപോലെ ആ തേങ്ങാപ്പാലിൽ മുങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇത് തിള വരാൻ വേണ്ടിയിട്ട് ഒരു മൂടി വെച്ചിട്ട് മൂടിക്കൊടുത്തു. ഇപ്പോഴും ഹൈ സ്പീഡിൽ തന്നെയാണ് തീയുള്ളത്. മീൻ ഇവിടെ 10 മിനിറ്റ് നേരം നല്ല തീയിൽ വേവിച്ചെടുത്തു. ഇവിടെ കറി റെഡിയായിട്ടോ. കറി റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഞാനിതിൽ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ആഡ് ചെയ്യുന്നുണ്ട്.
പച്ച വെളിച്ചെണ്ണ ഒഴിച്ച വീഡിയോ ക്ലിപ്പ് ഇവിടെ വിട്ടുപോയി എൻ്റെ കയ്യിൽ നിന്ന്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളിയാണ്. ഓക്കെ, ബൈ.